മോൾക്ക് കുറച്ചുകൂടെ നേരത്തെ എന്നോട് ഇതൊക്കെ പറയായിരുന്നില്ലേ? ചെറിയമ്മയ്ക്ക് ഇതൊക്കെ അറിയായിരുന്നു. ഞാൻ ഋതുമോളും രാജുവും സംസാരിക്കുന്നത് കേട്ടിരുന്നു. അതിന് ഋതികമ്മയുടെ ആരാ? ഞാൻ വിവാഹം ചെയ്ത ഭാര്യ എന്നല്ലോ. ശരിയാ, രാജു താലി കിട്ടിയ ഭാര്യ അല്ലല്ലോ ഞാൻ. എനിക്ക് രാജുവിനെ ഇഷ്ടമായിരുന്നു ചെറിയമ്മ. ദീപക്കുമായിട്ടുള്ള വിവാഹം നിശ്ചയിക്കുന്നതിന് മുൻപ് തന്നെ എനിക്ക് രാജുവിനോടുള്ള ഇഷ്ടം ഞാൻ തുറന്നു പറഞ്ഞതാ. പക്ഷെ എന്റെ ഇഷ്ടം രാജു നിരസിച്ചു. ഞാനത് കാര്യമാക്കിയിരുന്നില്ല. അച്ഛനോടുള്ള ബഹുമാനം കൊണ്ട് രാജു അങ്ങനെ പറഞ്ഞെന്ന് ഞാൻ വിചാരിച്ച. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോ പതിയെ രാജുവിന്റെ മനസ്സ് മാറുമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാ ദീപക്കുമായിട്ടുള്ള വിവാഹത്തിന്റെ അന്ന് രാജു എന്റെ കഴുത്തിൽ താലി കെട്ടിയെന്ന് ഞാൻ നുണ പറഞ്ഞത്. പക്ഷെ എന്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിപ്പോയി ചെറിയമ്മ. മോള് കരയാതിരിക്കേ. ഞാൻ എന്തൊരു ഫൂളാണ് ചെറിയമ്മ. എന്റെ ആഗ്രഹത്തിന് എല്ലാം നടക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ വെറുതെ എന്തൊക്കെയോ ആഗ്രഹിച്ചു. രാജു എന്റെ ലോകമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ രാജുവിനെ നിർബന്ധിച്ച് രാജുവിന്റെ ഒപ്പം പോയി. അവസാനം വീണ്ടും ഞാൻ ഈ വീട്ടില് അംബികമ്മയുടെ ദീപക്കിന്റെ ഇടയില്. കരയല്ലേ മോളെ? ചെറിയമ്മല്ലേ ഈ പറയുന്ന? മോള് കരയാതിരിക്കേ. ചെറിയമ്മ രാജുവിനോട് സംസാരിക്കാം. പ്രതാപേട്ടനോടും ശേഖരേട്ടനോടും പറഞ്ഞ് നമുക്കെല്ലാവർക്കും കൂടെ രാജുവിന്റെ വീട്ടിൽ പോയി സംസാരിക്കാം. വേണ്ട ചെറിയമ്മ. ചെറിയമ്മ കേട്ടതല്ലേ? രാജു ആര് പറഞ്ഞാലും കേൾക്കില്ല. രാജുവിന് എന്നെ വേണ്ട. രാജുവിന് എന്നെ ഇഷ്ടല്ല. ചെറിയമ്മ നോക്കിക്കോ, ഞാനിനി ആരും വിവാഹം കഴിക്കില്ല. എന്റെ മനസ്സിൽ രാജു മാത്രമേ ഉള്ളൂ. മോൾക്ക് ഇതൊക്കെ ആദ്യമേ ചെറിയമ്മയോടും ചെറിയച്ഛനോടും തുറന്നു പറയാറുന്നില്ലേ? ചെറിയമ്മയും ചെറിയച്ഛനും എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കായിരുന്നല്ലോ. പ്രതാപേട്ടനോട് പറഞ്ഞോ? രാജുവിനോട് സംസാരിച്ചോ? രാജുവിന്റെ വീട്ടുകാരോട് സംസാരിച്ചോ? എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കുമായിരുന്നു. മോൾ എന്താ പറയാഞ്ഞേ? ഞാൻ പറയേണ്ടതായിരുന്നു ചെറിയമ്മ. പറയേണ്ടതായിരുന്നെന്ന് എനിക്കിപ്പോ തോന്നുന്നു. രാജു എന്നെ മനസ്സിലാക്കും, എന്റെ പ്രണയം തിരിച്ചറിയും, എന്നെ സ്വീകരിക്കുന്നൊക്കെ ഞാൻ ഓർത്തുപോയി ചെറിയമ്മ. അതിനുവേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചതാ ചെറിയമ്മ. പക്ഷെ രാജു എന്നെ ചതിച്ചു ചെറിയമ്മ. വേണുട്ടാ, ചോദിക്ക് വേണുട്ടാ. ഞാൻ എന്ത് ചോദിക്കാനടി? എല്ലാം ഇവന്റെ ഇഷ്ടമല്ലേ, ഇവന്റെ തോന്നിയാസമല്ലേ? ഞാനല്ലല്ലോ. ഇപ്പൊ ഇവനല്ലേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണത്. മോനെ, നീ എന്ത് പണിയാടാ കാണിച്ചത്? നീ എന്തിനാ മോനെ അങ്ങനെയൊക്കെ പറഞ്ഞത്? ശരിക്കും നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ലേ? അതെ,
ഇക്കാര്യത്തിൽ എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാൻ നിന്നോട് നേരത്തെ പറയേണ്ടതായിരുന്നു. ഞാനത് നിന്നോട് മറച്ചു വെച്ചു. ശരിക്കും ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. എന്താ വേണുട്ട ഈ പറയുന്നത്? അതേടി, പക്ഷേ ഋതിക മാഡത്തിന് ഇവനോട് സ്നേഹമുണ്ടായിരുന്നു. ഇവനെ ഋതിക മാഡം പ്രണയിച്ചിരുന്നു. അതുകൊണ്ട് ഋതിക മാഡത്തിന്റെ ജീവിതത്തില് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ ഇവൻ ഋതിക മാഡത്തിന് താലി കെട്ടിന്ന് നുണ പറഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് വന്നത്. അതിനുശേഷം ഋതിക മാഡം ഇവനോടടുക്കാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ ഇവനെല്ലാം നിരസിച്ചു. എന്തിനാ മോനെ? രാജു, നീ കാണിച്ചത് ഭയങ്കര മോശമായിപ്പോയി. നീ കാണിച്ചത് വലിയൊരു തെറ്റാ. അത്രയും വലിയൊരു വീട്ടിലെ പെൺകുട്ടി നിന്നെ സ്നേഹിച്ച് നിന്നെ വിശ്വസിച്ച് നിന്റെ ഒപ്പം ഇറങ്ങി വന്ന് കഴിഞ്ഞപ്പോ അവരുടെ എല്ലാം മുമ്പിൽ വെച്ച് നീ താലി കെട്ടിയില്ലെന്ന് പറഞ്ഞ് ആ കുട്ടിയെ വേദനിപ്പിച്ചത് വലിയ തെറ്റായിപ്പോയി. രാജു, ലോകത്തൊരു പെണ്ണിനും സഹിക്കാൻ പറ്റാത്തൊരു തെറ്റാ നീ ചെയ്തത്. അതെ മോനെ, നിന്റെ മനസ്സിൽ ചിലപ്പോ വർമ്മ സാറിനോടുള്ള സ്നേഹവും ആ സ്വത്തുക്കളെല്ലാം നിന്റെ കയ്യിലേക്ക് വരുമോ എന്നുള്ള ഭയവുമായിരിക്കാം. എന്നാ നീ കാണാതെ പോയത് ആ പെൺകുട്ടിയുടെ മനസ്സാ.